എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വേദനയോടുകൂടി ഈശോയുടെ ചിത്രത്തിനരികിൽ നോക്കി കരയാറുണ്ട്. നാം പലരും നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് ദൈവമേ എനിക്ക് മാത്രം ഇത്രത്തോളം വേദന തരുന്നത്? എനിക്ക് ചുറ്റിലുമുള്ളവർ സന്തോഷമായിരിക്കുമ്പോൾ എനിക്ക് മാത്രം ഇത്രത്തോളം വേദനകൾ തരുന്നത് എന്തിനാണ് എന്ന് നാം വേദനയോടുകൂടി ഈശോയുടെ ചിത്രത്തിൽ നോക്കി ചോദിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക ഓരോ ദുഃഖ വെള്ളിയാഴ്ചകളുമാണ്. ദുഃഖ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന കുറേ അനുഭവങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ആ നല്ല രക്ഷകൻ കുരിശിൽ പിടഞ്ഞതും അവസാനത്തുള്ള രക്തവും ലോകത്തിന് വേണ്ടി ചിന്തിയതും ഒക്കെ അങ്ങനെയാണ്. എത്രത്തോളം വേദനയാണ് ഈശോ കുരിശിൽ കിടന്ന് അനുഭവിച്ചത്! എത്രത്തോളം മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര വേദനകൾ. ആ വേദനകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ഈ വേദന എത്ര നിസ്സാരമെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ എല്ലാ മനുഷ്യരുടെയും മനസ്സിലെ ദുഃഖങ്ങളും വേദനകളും. ഈശോയുടെ ആ വേദനകളോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും വളരെ ലഘുവായി നമുക്ക് അനുഭവപ്പെടും. ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് ക്രൂശിതനായ ഈശോയുടെ ചിത്രം നോക്കി ഞാൻ കരയാറുണ്ടായിരുന്നു. പക്ഷേ ജീവിതം പലപ്പോഴായി എന്നെ പഠിപ്പിച്ചത് നമ്മുടെ വേദനകൾ ഈശോയുടെ ക്രൂശിനോട് ചേർത്ത് വെക്കുമ്പോൾ, ഈശോയുടെ വേദനകളോട് ചേർത്ത് വെക്കുമ്പോൾ ആ വേദന നാം അറിയുക പോലുമില്ല, അത്രത്തോളം ഈശോ ലഘുവാക്കി തരും. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിനെ അല്ലെങ്കിൽ ഈശോയെ വെറുക്കാതെ, എനിക്ക് എന്തിനാണ് ഈ വേദനകൾ തരുന്നത്, ഞാൻ എത്രത്തോളം നിന്നെ വിളിക്കുന്നു, എനിക്ക് വേദനകൾ തരുന്നുവല്ലോ എന്ന് ചിന്തിക്കാതെ ആ ഈശോയോട് തന്നെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ആ ഈശോ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങളുമായാണ് നിങ്ങളോടിത് പങ്കുവെക്കുന്നത്. പെട്ടെന്ന് ഒരുപാട് സുഖം തരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ആ സങ്കടങ്ങൾക്കൊപ്പം നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ഒരു കരുത്ത്, ആ സങ്കടങ്ങളോടൊപ്പം ഒരു മനസ്സിലുള്ള ഒരു സന്തോഷം, അത് പകർന്നു തരാൻ ഈശോയോടൊപ്പമുള്ള യാത്ര നമ്മെ സഹായിക്കും. അപ്പോൾ ഈ നോമ്പ് വാരം അങ്ങനെയുള്ള അനുഭവങ്ങളുമായി മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച് ഈശോയോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവരെയും പഠിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈശോയുടെ സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.